അങ്ങനെ ശ്രീലങ്ക 2020 വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. സൂപ്പർ 8-ൽ കഴിഞ്ഞ ദിവസം നടന്ന ശ്രീലങ്ക വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തിൽ ദയനീയമായി ശ്രീലങ്ക പരാജയപ്പെട്ടു. സൂപ്പർ 8-ലെ തുടർച്ചയായ രണ്ടാമത്തെ തോൽവി. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ തോറ്റിരുന്നു, രണ്ടാം മത്സരം ന്യൂസിലൻഡായിട്ട് തോറ്റു. അങ്ങനെ രണ്ട് മത്സരം തോറ്റ് ഒരു ആതിഥേയ രാഷ്ട്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്ക കളിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് പാകിസ്ഥാൻ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തുന്നു. അപ്പോൾ ശ്രീലങ്കയും ഒരു ആതിഥേയ രാഷ്ട്രം പോലെ തന്നെയായി ഈ 2020 വേൾഡ് കപ്പിനെ. അങ്ങനെ ആതിഥേയ രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള ശ്രീലങ്ക ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. മോശം പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ന്യൂസിലാൻഡിനെതിരെയുള്ളത്. ഇംഗ്ലണ്ടിനായിട്ടൊരു മത്സരമായാലും അവർ തോറ്റു. അങ്ങനെ രണ്ട് കളി തോറ്റു, അവർ പുറത്തായി. ഇനി ആ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ശ്രീലങ്ക ഒരു മത്സരം കൂടിയുണ്ട് പാകിസ്ഥാനായിട്ട്. ആ ശ്രീലങ്കയ്ക്ക് വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജയിക്കണം ജയിച്ചാൽ പ്രോഗ്രസീവാണ് വേൾഡ് കപ്പിൽ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ പാകിസ്ഥാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേക്ക് വരാം. പിന്നെ ഓൾറെഡി ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തോൽപ്പിച്ചിട്ട് ഓൾറെഡി 4 പോയിൻ്റായി. ഓൾറെഡി അവർ ക്വാളിഫൈ ചെയ്തു, സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരുന്നു. ഇനി ആ ഗ്രൂപ്പിൽ ഒറ്റ സ്ലോട്ടേ ഉള്ളൂ സെമി ഫൈനലുള്ളത്. ഒറ്റ സ്ലോട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ മത്സരിക്കുന്നത് 2 പേരാണ്, ഒന്ന് ന്യൂസിലാൻഡും ഒന്ന് പാകിസ്ഥാനും. അതിൽ നിലവിൽ ഇപ്പോൾ ആ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇംഗ്ലണ്ട് 1ാം സ്ഥാനത്ത്, ന്യൂസിലാൻഡ് 2ാം സ്ഥാനത്ത് 3 പോയിൻ്റോട് കൂടി, പാകിസ്ഥാൻ 3ാം സ്ഥാനത്ത് 1 പോയിൻ്റ്, ശ്രീലങ്കയ്ക്ക് പോയിൻ്റൊന്നുമില്ല. ശ്രീലങ്ക ഓൾറെഡി പുറത്താവുകയും ചെയ്തു ഇപ്പോൾ. അപ്പോൾ ഇനി 2 പേരും പാകിസ്ഥാനും ന്യൂസിലാൻഡും ബാക്കിയുള്ള ഒരു സ്ലോട്ടിന് വേണ്ടി കളിക്കുന്നു. പാകിസ്ഥാൻ ആദ്യ കളി ന്യൂസിലാൻഡായിട്ട് മഴ പെയ്ത കാരണം ഒറ്റ ബോൾ എറിയാൻ പറ്റിയില്ല. കളി സമനിലയിൽ അവസാനിക്കുന്നു, ഓരോ പോയിന്റ് കിട്ടുന്നു. പിന്നെ ഇംഗ്ലണ്ടായിട്ട് കാര്യം തോറ്റു. പാകിസ്ഥാന് കയ്യിലുള്ളത് 2 കളി കളിച്ചു, മഴ പെയ്ത കാരണം ഉപേക്ഷിച്ച കാരണം 1 പോയിന്റ് കിട്ടിയിട്ടുള്ള ഒരു കളി തോറ്റു. ഇനി ശ്രീലങ്കയായിട്ടാണ് അവസാന മത്സരമുള്ളത്. എന്തായാലും പാകിസ്ഥാൻ ജയിക്കണം എന്ന നിലയിലായി. ശ്രീലങ്കയ്ക്കാണെങ്കിലോ 2 കളി തോറ്റ് പുറത്തായി. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ അവസാന കളി ജയിച്ച് മുഖം മിനിക്കാളൊരു പരിപാടിയിലാവും ശ്രീലങ്ക. അപ്പോൾ ആ കളി ശ്രീലങ്കയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും പാകിസ്ഥാൻ വലിയ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ജയിച്ച പ്രോഗ്രഷന് ചാൻസ് ഉണ്ട്. ശ്രീലങ്കയ്ക്കാണെങ്കിൽ മുഖം രക്ഷിക്കാനുള്ളൊരു കളി. അങ്ങനെ ആ മത്സരം ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ചെറിയല്ല വലിയ ഇമ്പോർട്ടൻസിനുണ്ട്. ന്യൂസിലാൻഡിൻ്റെ അവസ്ഥ വരികയാണെങ്കിൽ ന്യൂസിലാൻഡിന് ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട്. ആ കളി ഇംഗ്ലണ്ടിനെതിരെയാണ്, വമ്പന്മാർക്കെതിരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഓൾറെഡി ക്വാളിഫൈ ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയാണ് ആ കളി ന്യൂസിലാൻഡ് ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പുറത്തായി. അപ്പോൾ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് കളിയിൽ ഓൾറെഡി ഇപ്പോൾ ന്യൂസിലാൻഡ് ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പുറത്താവും. കാരണം ന്യൂസിലാൻഡ് ഓൾറെഡി 3 പോയിൻ്റ്, അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ 5 പോയിൻ്റ് ആവും, അവർ 1ാം സ്ഥാനക്കാരാവും. ഇംഗ്ലണ്ട് ഓൾറെഡി ക്വാളിഫൈ ചെയ്തു, 2ാം സ്ഥാനക്കാർ 4 പോയിൻ്റായിട്ട് അവരും ക്വാളിഫൈ ചെയ്യും. പിന്നെ ഈ പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിച്ചാൽ പോലും പാകിസ്ഥാന് 3 പോയിൻ്റ് എത്തുള്ളൂ, ഒരു 3 പോയിൻ്റ് എത്തുള്ളൂ. അപ്പോൾ പിന്നെ കാര്യമില്ല, പാകിസ്ഥാൻ ഓട്ടോമാറ്റിക്കലി ഔട്ടാവും. ഇനി എങ്ങാനും ഹാരി ബ്രൂക്കിൻ്റെ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിൽ തോൽപ്പിച്ചു എന്ന് വെച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിന് 4-ഉം 2-ഉം 6 പോയിൻ്റ് ആവും, ന്യൂസിലാൻഡിന് 3 പോയിൻ്റുകൾ നിൽക്കും. പാകിസ്ഥാൻ ശ്രീലങ്കയെ വൻ മാർജിനിൽ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യത്തിൽ പാകിസ്ഥാൻ സെമിഫൈനലിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പേർക്കും ന്യൂസിലാൻഡിന് 3 പോയിൻ്റ്, പാകിസ്ഥാൻ ശ്രീലങ്ക തോൽപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാന് 3 പോയിൻ്റ്. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യം പാകിസ്ഥാന് കിട്ടി, പാകിസ്ഥാൻ സെമിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ വൻ മാർജിനിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് തോൽപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സാധ്യത മാത്രമേ പാകിസ്ഥാനുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ് ഇത്തിരി കലുഷിതമായി നിൽക്കുകയാണ്. കാരണം ഇംഗ്ലണ്ട് ഓൾറെഡി ക്വാളിഫൈ ചെയ്ത കാരണം കൊണ്ട് ഇന്നത്തെ കളിയോടുകൂടി ശ്രീലങ്ക പുറത്തായി. അപ്പോൾ ഞാൻ കൂടിയിട്ട് ഒരു സ്ലോട്ടിന് വേണ്ടിയിട്ട് 2 ടീം പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലാണ് പോരാട്ടം. പിന്നെ ആ ഗ്രൂപ്പിൽ വരുന്ന മത്സരങ്ങളിൽ ഏതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.